ആകെ 7 ഘട്ടമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ്, 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ. ഇനി വരാനുള്ളത് 260 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിലിപ്പോൾ 4ാമത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് പോയിരിക്കുന്നത് 96 മണ്ഡലങ്ങളാണ്. ഈ 96 മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥയും ഇനി എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് എന്നതുമാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം. 96 മണ്ഡലങ്ങളിൽ വളരെ വലിയ നമ്പർ മണ്ഡലങ്ങൾ ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. അതിൽ ആന്ധ്രാപ്രദേശിലെ എല്ലാ മണ്ഡലങ്ങളും ഉൾപ്പെടും. 25 മണ്ഡലങ്ങൾ, 17 മണ്ഡലങ്ങൾ തെലങ്കാനയിൽ. ഇത് മൊത്തത്തിൽ പോളിംഗിന് പോവുകയാണ്. അങ്ങനെ അവിഭക്ത ആന്ധ്രാപ്രദേശിലെ 42 മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന 42 മണ്ഡലങ്ങളും ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം തന്നെ നടക്കും. 170 സീറ്റുകൾ ഈ ഒരു ഘട്ടം. അതിനുശേഷം ഇനി ബാക്കി സംസ്ഥാനങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ വരുന്നത് പിന്നെ കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ 13 സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ 11 സീറ്റുകൾ, ബംഗാളിലും മധ്യപ്രദേശിലുമായി 8 സീറ്റുകൾ വീതം, ബീഹാറിലെ 5 സീറ്റ്, ജാർഖണ്ഡിലെ സീറ്റുകൾ 4 എണ്ണം, ജമ്മു ആൻഡ് കാശ്മീരിൽ പോലും 1 സീറ്റ്. ഇങ്ങനെ 96 സീറ്റുകളിൽ നിലവിലെ അവസ്ഥ എന്താണ്? 2019 അവസ്ഥ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുണ്ട്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പിലെ പോലെ, മുൻ ഫേസിലെ പോലെ 3ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൃഗീയമായ ഒരു ആധിപത്യം കണക്കുകളിലില്ല, ഇതുവരെയുള്ള കണക്കുകളിലില്ല 2019 കണക്കിൽ. അപ്പോൾ ഇപ്പോൾ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? 49 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പോകുന്ന 96 സീറ്റുകളിൽ 49 സീറ്റുകൾ മാത്രമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കയ്യിലുള്ളത്. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ പോകുന്ന ആന്ധ്രാപ്രദേശിൽ ശക്തനായ ഒരു പങ്കാളിയുണ്ട് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക്. മറ്റൊരു പങ്കാളിയും കൂടുണ്ട്. പവൻ കല്യാണിന്റെ ജനസേനയ്ക്ക് പുറമെ തെലുങ്ക് ദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡു നയിക്കുന്ന തെലുങ്ക് ദേശം പാർട്ടിയുണ്ട്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതിഗതികൾ ഒരു പരിധിവരെ ജഗൻമോഹൻ റെഡ്ഡി എന്ന നിലവിലെ YSR കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രിക്ക് പരിധിവരെ എതിരാണ്. അദ്ദേഹം ദീർഘകാലമായി മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഒരു ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം ഭാഗികമായെങ്കിലും ആന്ധ്രാപ്രദേശിൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം ലഭിക്കാവുന്ന ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്നാൽ തെലങ്കാനയിൽ BJP കഴിഞ്ഞ പ്രാവശ്യം 2019 അത്ഭുതകരമായ വളർച്ച നേടി 4 സീറ്റുകൾ, ആദ്യമായിട്ടാണ് 4 സീറ്റുകൾ നേടുന്നത്. 17 സീറ്റിൽ 4 സീറ്റുകൾ നേടി. പരമ്പരാഗതമായി BJPക്ക് ശക്തിയുള്ള മേഖലയല്ലല്ലോ ആന്ധ്രയും തെലങ്കാനയും ഒന്നും തന്നെ. എന്നാൽ 4 സീറ്റുകളിൽ നിന്നും BJP മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ തെലങ്കാനയിൽ ഇപ്പോൾ ഭരണം രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ് നേതാവിനാണ്. കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ സംസ്ഥാനമാണല്ലോ. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ എത്തിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷ വളരെ കൂടുതലാണ്. 17ൽ 10 സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അപ്പൊ അവിടെ BJPയുടെ പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ്? ഒരുപക്ഷെ പ്രാദേശിക പാർട്ടിയായ BRSനെ, ചന്ദ്രശേഖർ റാവുവിന്റെ BRSനെ പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് വരാൻ മിക്ക മണ്ഡലങ്ങളിലും BJPക്ക് കഴിയും. കാരണം അതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ദേശീയ പാർട്ടിയെ BJPക്ക് അവിടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ കൂടുതലായി സാധിക്കും. ഉത്തർപ്രദേശ് ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഉത്തർപ്രദേശിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ വളർച്ചയാണ് പ്രതീക്ഷിച്ചത്. 85 സീറ്റിൽ ഒരു 80 സീറ്റിൽ 75 സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ അത്ര യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷയായി തോന്നുന്നില്ല. ഒരുപടി കാരണങ്ങളാണുള്ളത്. കർഷകരുടെ പ്രക്ഷോഭമാകട്ടെ, ചില ജാതികളുമായി ബന്ധപ്പെട്ട ചില സമവാക്യങ്ങളിൽ വന്ന മാറ്റമായിക്കൊള്ളട്ടെ, വർദ്ധിച്ചു വരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സാന്നിധ്യം, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം നല്ലപോലെ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും കോൺഗ്രസിന്റെ അടിത്തറ ഇപ്പോഴും വളരെ ദുർബലമാണ്. റായ്ബറേലി, അമേഠി മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്ന ചെറിയ പാർട്ടിയാണല്ലോ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഘടനാ സംവിധാനം ഒന്നും തന്നെ കോൺഗ്രസിനില്ല. പക്ഷേ പിന്നോക്ക വിഭാഗങ്ങൾ, യാദവ്, മുസ്ലിം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, ഇവരുടെയൊക്കെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് സ്ഥിതിഗതികൾ മെച്ചമാക്കാൻ സാധിക്കും. UPയിൽ ഇന്ന് പോകുന്ന 13 സീറ്റുകളിൽ നല്ല സാധ്യത 2 കൂട്ടരും അവകാശപ്പെടുന്നു. എങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് പൊതുവെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മഹാരാഷ്ട്ര വളരെ ആകർഷകമായ ഒരു രംഗമാണ്, തെരഞ്ഞെടുപ്പ് രംഗമാണ് നമുക്ക് മുന്നിൽ വിരിച്ചിടുന്നത്. മഹാരാഷ്ട്രയിൽ 11 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ശരത് പവാറിന്റെ പാർട്ടിയായ NCPയും
ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയായ ശിവസേനയും പിളർന്ന് രണ്ടായി മാറിയത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ സമവാക്യങ്ങൾ പ്രവചനാതീതമായി നിൽക്കുന്നു. ഇരുപക്ഷവും മുഖാമുഖം ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തട്ടകമായ ബംഗാളിൽ അതിഗംഭീരമായ ഒരു പ്രകടനം ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. കാരണം മമതാ ബാനർജിക്കെതിരെ സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും തൃണമൂൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. അത് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ കക്ഷി എങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന് ഇന്ത്യ സഖ്യവുമായി പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷങ്ങളും കോൺഗ്രസും വേറെ മത്സരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അവിടെ BJPക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ BJPയുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് അവസാന നിമിഷം നടത്തുന്ന പ്രത്യാക്രമണം, അതികഠിനമായ പ്രത്യാക്രമണങ്ങളാണ്. ഗവർണർ ഓഫീസുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒരു പരിധിവരെ ഈ സമനിലയിൽ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ബംഗാളിൽ. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു മണ്ഡലത്തിൽ, അത് തീർച്ചയായും അത് രാജ്യമുറ്റു നോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്. അവിടെ BJP ക്ലെയിം ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിന് ശേഷം മുഖ്യധാരയിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ കൊണ്ടുവന്നു എന്ന അവകാശമാണ്. അത് എത്രത്തോളം സ്ഥിതിവെക്കുന്ന കണക്കുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരുന്നത് എന്നതാണ്. ചുരുക്കത്തിൽ 4ാം ഘട്ട പോളിംഗിനെ വിലയിരുത്തുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ BJPക്ക് ഉണ്ടായിരുന്ന ചരിത്രപരമായ മേൽക്കൈ ഇല്ലാത്ത ഒരു ഘട്ടമാണിത്. കൂടുതൽ സീറ്റുകൾ BJPക്കാണ്. 96-ൽ കൂടുതൽ സീറ്റുകൾ 42 സീറ്റുകളും BJPയുടെ കൈവശമാണ്. എന്നിരുന്നാലും ഇവിടെ BJPക്ക് നഷ്ടങ്ങൾ പറ്റാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ UPA അല്ല ഇപ്പോഴത്തെ INDA. അതുകൊണ്ട് പിന്നെ രണ്ട് സഖ്യത്തിനും ഇല്ലാത്ത 3 പാർട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 സഖ്യത്തിലും പ്രവർത്തിക്കാതിരുന്ന 3 കക്ഷികൾ. ഒന്ന് തെലുങ്ക് ദേശം പാർട്ടി, അതിപ്പോൾ BJPയോടൊപ്പമാണ്. അതുപോലെ BRS, ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി തെലങ്കാനയിലെ, അത് സ്വതന്ത്രമായി നിൽക്കുന്നു, ഒരു പാർട്ടിയോടൊപ്പവും ചേരുന്നില്ല, ഒരു മുന്നണിയുടെയും ഭാഗമല്ല. അതുപോലെ ഒറീസയിലെ ബിജു ജനതാദൾ, ഒറീസയിലെ 5 സീറ്റുകളും തെരഞ്ഞെടുപ്പിന് പോകുന്നു. ഒറീസയിലെ ബിജു ജനതാദൾ, അത് ആ പാർട്ടി ഒറീസയിലെ ഭരണകക്ഷിയാണ്. ആ കക്ഷിയും BJPയും തമ്മിലാണ് ഒറീസയിൽ മുഖ്യ മത്സരം നടക്കേണ്ടത്. അതുകൊണ്ട് 2 മുന്നണിയിലും പെടാത്ത 35 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അത് വലിയ നമ്പറാണ്. അതായത് ആന്ധ്രാപ്രദേശ്, ഒറീസ, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 35 സീറ്റുകൾ ഇന്ത്യ മുന്നണിയിലോ NDA മുന്നണിയിലോ ഇല്ലാത്ത സീറ്റുകളാണ്. പക്ഷെ അതിൽ ഒരു ഭാഗം ഇപ്പോൾ NDA മുന്നണിയിൽ നിൽക്കുന്നു. അപ്പോൾ തെക്കൻ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലൂടെയും തെലങ്കാനയിലൂടെയും കൂടുതൽ സാന്നിധ്യം അറിയിക്കാൻ BJP ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ആണിത്. എന്നാൽ വടക്കേ ഇന്ത്യയിലെ ചില സീറ്റുകളെങ്കിലും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി പോകാനുള്ളത് 260 സീറ്റുകളാണ്. അപ്പോൾ മഹാഭൂരിപക്ഷം സീറ്റുകളും ഇപ്പോൾ 4ാം ഘട്ടത്തോടുകൂടി കഴിയുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.